രാജ്യത്തെ മാതൃകാ സംസ്ഥാനമായി BJP ഉയർത്തിക്കാട്ടുന്ന ഗുജറാത്തിൽ നിന്ന് US-ലേക്ക് നിയമവിരുദ്ധ കുടിയേറ്റം കൂടാൻ കാരണം സംസ്ഥാനത്തെ മോശം തൊഴിൽ സാഹചര്യമെന്ന് കണക്കുകൾ പറയുന്നു. 2023 കണക്ക് പ്രകാരം US-ൽ ആകെയുള്ള ഇന്ത്യക്കാരായ നിയമവിരുദ്ധ കുടിയേറ്റക്കാരിൽ 70% ഗുജറാത്തികളാണ്. അതായത് ആകെയുള്ള 67,391 ഇന്ത്യൻ കുടിയേറ്റക്കാരിൽ 41,330 പേരും ഗുജറാത്തികളാണ്. കണക്കുകളിൽ ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നവും ആളോഹരി വരുമാനം കൂടുതലുമുള്ള സംസ്ഥാനമാണ് ഗുജറാത്ത്. എന്നാൽ സമ്പന്നർ അധികമുണ്ടെങ്കിലും ആനുപാതികമായി പാവപ്പെട്ടവരും ദരിദ്രരും കൂടുതലാണെന്നും തൊഴിൽ സാഹചര്യമാണ് ഗുജറാത്തികൾ തൊഴിൽ തേടി നിയമവിരുദ്ധമായ മാർഗത്തിലൂടെ വിദേശത്തേക്ക് കുടിയേറാൻ കാരണമെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു. ഗുജറാത്തിലെ കരാർ തൊഴിലാളികളിൽ 74% പേർക്കും രേഖാമൂലമുള്ള കരാറില്ലെന്ന് 2022 പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ പറയുന്നു. കർണാടകയിൽ ഇത് 41%, തമിഴ്നാട്ടിലും കേരളത്തിലും 53%, മധ്യപ്രദേശിൽ 57%, ഹരിയാനയിൽ 64%, മഹാരാഷ്ട്രയിൽ 65%, ബീഹാറിൽ 68% എന്നിങ്ങനെയാണ് രേഖകൾ ഇല്ലാത്തവർ. ഇത് ഗുജറാത്തികൾ കുറഞ്ഞ വേതനത്തിന് തൊഴിലെടുക്കാൻ നിർബന്ധിതരാകുന്നു എന്നതിൻ്റെ കൂടി തെളിവാണ്. ദിവസവേതനക്കാരുടെ ശരാശരി വരുമാനം ദിവസം 375 രൂപയാണ്. ഇത് ദേശീയ ശരാശരിയായ 433 രൂപയേക്കാൾ കുറവാണ്. 836 രൂപ നൽകുന്ന കേരളമാണ് ഇക്കാര്യത്തിൽ ഏറ്റവും മുന്നിലുള്ളത്. തമിഴ്നാട് 584 രൂപ, ഹരിയാന 486 രൂപ, പഞ്ചാബ് 449 രൂപ, കർണാടക 447 രൂപ, രാജസ്ഥാൻ 442 രൂപ, ഉത്തർപ്രദേശ് 432 രൂപ, ബീഹാർ 426 രൂപ എന്നിവയേക്കാൾ ഏറ്റവും പിന്നിലാണ് ഗുജറാത്ത്. കൂലിയുടെ കാര്യത്തിൽ ഗുജറാത്തിന് പിന്നിലുള്ളത് BJP തന്നെ ഭരിക്കുന്ന ഛത്തീസ്ഗഡ് മാത്രമാണ്. 295 രൂപയാണ് ഇവിടുത്തെ ദിവസവേതനം. സ്ഥിരം ശമ്പളക്കാരുടെ വേതനത്തിലും ഗുജറാത്ത് ഏറെ പിന്നിലാണ്. കഴിഞ്ഞ വർഷത്തെ കണക്ക് പ്രകാരം ഇത് പ്രതിമാസം ശരാശരി 17,503 രൂപയായിരുന്നു. എന്നാൽ ദേശീയ ശരാശരിയായ 21,103 രൂപയേക്കാൾ എത്രയോ താഴെയാണിത്. വലിയ സംസ്ഥാനങ്ങളിൽ 16,161 രൂപ നൽകുന്ന പഞ്ചാബ് മാത്രമാണ് ഗുജറാത്തിന് പിന്നിലുള്ളത്. കർണാടക 25,621 രൂപ, ഹരിയാന 25,015 രൂപ, മഹാരാഷ്ട്ര 23,723 രൂപ, കേരളം 22,287 രൂപ, ആന്ധ്രാപ്രദേശ് 21,459 രൂപ, തമിഴ്നാട് 21,266 രൂപ എന്നിവയെല്ലാം മെച്ചപ്പെട്ട വേതനം നൽകുന്നു. ബംഗാൾ പോലും ഇക്കാര്യത്തിൽ ഗുജറാത്തിന് മുന്നിലാണ്. ശമ്പളക്കാരും ദിവസവേതനക്കാരും മാത്രമല്ല, ഗുജറാത്തിലെ കർഷകരുടെ സാഹചര്യവും ദയനീയമാണ്. 2023 കണക്കനുസരിച്ച് സംസ്ഥാനത്തെ കാർഷിക തൊഴിലാളികളുടെ ശരാശരി ദിവസവേതനം 242 രൂപയാണ്. ഇന്ത്യയിലെ ഏറ്റവും ദരിദ്ര സംസ്ഥാനങ്ങളിലൊന്നായ ബീഹാറിലേതിനേക്കാൾ മോശം കൂലിയാണ് ഗുജറാത്തിലുള്ളത്. നിർമ്മാണ തൊഴിലാളികളുടെ വേതന കാര്യത്തിലും ഗുജറാത്ത് ഏറെ പിന്നിലാണ്. ഗുജറാത്തിൽ വേതനം കുറവാണെന്നതിനൊപ്പം ചെലവ് കൂടുതലുമാണ്. നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ് പ്രകാരം 2022-23 ഗുജറാത്തിൻ്റെ പ്രതിമാസ പ്രതിശീർഷ ചെലവ് നഗരപ്രദേശങ്ങളിൽ 6,621 രൂപയും ഗ്രാമപ്രദേശങ്ങളിൽ 3,798 രൂപയുമാണ്. തമിഴ്നാട്, കേരളം, കർണാടക, ആന്ധ്ര, ഹരിയാന, മഹാരാഷ്ട്ര എന്നിവയേക്കാൾ വളരെ കുറവാണിത്. ദാരിദ്ര്യം അളക്കാനായി UN വികസിപ്പിച്ചെടുത്ത മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് അഥവാ MPI പരിഗണിക്കുകയാണെങ്കിൽ ദേശീയ പട്ടികയിൽ ഗുജറാത്തിൻ്റെ സ്ഥാനം മധ്യത്തിലായിട്ട് വരും. 2021 സംസ്ഥാനത്ത് 11.66% ദരിദ്രരുണ്ട്. ബംഗാളിനേക്കാൾ കഷ്ടിച്ച് കുറവാണിത്. മഹാരാഷ്ട്ര, കർണാടക, ഹരിയാന, ആന്ധ്ര, തെലങ്കാന, ഹിമാചൽ പ്രദേശ്, പഞ്ചാബ്, തമിഴ്നാട്, ജമ്മു കാശ്മീർ, കേരളം എന്നിവയാണ് ഇക്കാര്യത്തിൽ മെച്ചപ്പെട്ട സംസ്ഥാനങ്ങൾ. ഭക്ഷണ ലഭ്യതയുടെ കാര്യത്തിലും ഗുജറാത്തിൻ്റെ റാങ്ക് മോശമാണ്. സംസ്ഥാനത്തെ 38% പേർക്കും ആവശ്യമായ ഭക്ഷണം ലഭിക്കുന്നില്ല. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഗുജറാത്താണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംസ്ഥാനമെന്ന തള്ള് തുടരുകയാണ് BJP. സമ്പന്നരെ മാത്രം കാണാനുള്ള മോദി ഭരണകൂടത്തിൻ്റെ കണ്ണുകൊണ്ട് കാണുമ്പോൾ അവിടുത്തെ അദാനി ഉൾപ്പെടെയുള്ള ധനാഢ്യരെ മാത്രമേ അവർ കാണുന്നുള്ളൂ. കൃത്യമായ കൂലി ലഭിക്കാതെ, നല്ല ഭക്ഷണം ലഭിക്കാതെ, ചികിത്സ ലഭിക്കാതെ പോകുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരെ അവർ കാണുന്നേയില്ല. കണ്ണ് കറൻസിയിലെ ലക്ഷങ്ങളിലും കോടികളിലുമാകുമ്പോൾ ദരിദ്രരായ ജനലക്ഷങ്ങളെ കാണാൻ എവിടെ സമയം? Waytonikah.com, the exclusive Muslim matrimonial site.